ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളഞ്ഞിട്ട് വരുന്ന സാധനങ്ങൾ. അപ്പം നമ്മുടെ മക്കളെല്ലാം സ്കൂളിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. നിങ്ങളുടെയൊക്കെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? കുറച്ച് പേരൊക്കെ ഓൺലൈനിൽ നിന്നായിരിക്കും ഷോപ്പ് ചെയ്യുന്നത്. നമ്മൾ എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ കടയിൽ പോയിട്ടാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ചെയ്തത് അവരുടെ ഡ്രസ്സിൻ്റെ ഒക്കെ അളവെടുക്കാൻ പോകുമായിരുന്നു. അളവെടുത്തിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് നേരെ പോയത്. സ്കൂളിൽ നിന്നാണ് കേട്ടോ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ കിട്ടുന്നത്. അപ്പോൾ നേരെ നമ്മൾ അളവെടുത്തിട്ട് സ്കൂളിലേക്ക് പോയി. ടെക്സ്റ്റൊക്കെ വാങ്ങിക്കണമല്ലോ. മോൾ 1-ാം ക്ലാസ്സിലേക്കും മോൻ 3-ാം ക്ലാസ്സിലേക്കുമാണ് കയറിയിരിക്കുന്നത്. പിന്നെ നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മെറ്റീരിയലൊക്കെ കൊണ്ട് കൊടുക്കാൻ പോയി. ഇതെല്ലാം നമ്മുടെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നീതി സ്റ്റോറിലേക്കാണ് പോയത്. അവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പം ബുക്സൊക്കെ വന്നിരിപ്പുണ്ട്. ചെറിയ ബുക്കും ഉണ്ട്, വലിയ ബുക്കും ഉണ്ട്. അപ്പോൾ നമ്മുടെ കൊച്ചുമക്കൾക്ക് ചെറിയ ബുക്ക് തന്നെ മതിയല്ലോ. അപ്പോൾ ക്ലാസ്മേറ്റ്സ്, ത്രിവേണി ഈ 2 ബുക്കുകളുമാണ് കേട്ടോ എപ്പോഴും എടുക്കാറ്. അതിനാണെങ്കിൽ നല്ല വില വ്യത്യാസവും ഉണ്ട് ഇവിടെ. പിന്നെ പേന, പെൻസില്, റബ്ബർ, കട്ടർ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു സാധനങ്ങളെല്ലാം കുറച്ച് കൂടുതലായിട്ട് വാങ്ങിച്ചു വെക്കാറുണ്ട്. അത് പെട്ടിയായിട്ടാണ് വാങ്ങിക്കുന്നത്. അതെല്ലാം അവിടെ നിന്ന് തന്നെ എടുത്തു. പിന്നെ സ്കെച്ച്, പിന്നെ കുറേയേറെ സാധനങ്ങൾ കഴിഞ്ഞ വർഷത്തെ എല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കാണുമ്പോൾ ഇവരത് വാങ്ങുമല്ലോ. ഇത് ആദ്യത്തെ ദിവസം പോയതാണ്. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ വേറൊരു ഷോപ്പിലേക്കാണ് പോയത്. മെയിനായിട്ട് ഇവർക്ക് വേണ്ട സാധനം ഷൂ ആണ് കേട്ടോ. അത് 2 പേരുടെയും അഴുക്കായിട്ടുണ്ട്. മോളുടേതാണെങ്കിൽ ചെറുതായി, മോൻ്റെതാണെങ്കിൽ മുഴുവൻ പൊളിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. കടയിൽ കയറി കഴിഞ്ഞ് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ഷൂ വാങ്ങണം എന്നുള്ളത് കൊണ്ടാണ് മക്കളെയും കൊണ്ട് ഇറങ്ങിയത്. കറക്റ്റ് അളവിന് കിട്ടണമല്ലോ. മോൻ്റെ കാലാണെങ്കിൽ ഏജ് പറഞ്ഞ് വാങ്ങിച്ചാലും ആ ഷൂ ഒന്നും അധികം ചേരാറില്ല. എപ്പോഴും അത് ചെറുതാവുകയാണ് പതിവ്. അപ്പോൾ ഇതാ കുറേ ബാഗിൻ്റെ കളക്ഷനൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇങ്ങനെ പോയി തരാനുള്ള മടി കൊണ്ട് ഒരുപാട് പേര് ഇപ്പോൾ ഓൺലൈനിൽ നിന്നാണല്ലോ ഷോപ്പ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ തന്നെയാണ് കേട്ടോ കഴിഞ്ഞ വർഷമൊക്കെ എടുത്തത്. ഇവർക്ക് 2-3 കൊല്ലമായിട്ട് ഒരേ ബാഗ് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ മോൻ്റെ ബാഗ് അങ്ങ് ആകെ ചീത്തയായിട്ടുണ്ട്. അപ്പോൾ അവനൊരു ബാഗ് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഒരാൾക്കായിട്ട് എടുത്താൽ അത് അലമ്പാവുമല്ലോ. അതുകൊണ്ട് പിന്നെ മോക്കും കൂടെ ഒരു ബാഗ് എടുത്തു. പിന്നെ ഇതാ ലഞ്ച് ബാഗും നല്ലതായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതും പുതിയത് വേണം. ഇന്ന് വാങ്ങാനുള്ള ലിസ്റ്റിൽ ഈ ബോക്സ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇത് കണ്ടില്ലേ, കയറി വരുന്നിടത്ത് തന്നെയാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ പിള്ളേർ അതിൻ്റെ മുമ്പിൽ നിന്ന് മാറില്ലല്ലോ. ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ. ബോക്സ്, ലഞ്ച് ബോക്സ്, കുപ്പികൾ എല്ലാം ഉണ്ട്. മോൻ ആദ്യം തന്നെ ഇതാ ഒരു കാറിൻ്റെ ബോക്സ് എടുത്ത് പിടിച്ചിട്ടുണ്ട്. ആ ബ്ലാക്ക് വേണോ ബ്ലൂ വേണോ എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത സെക്ഷൻ ബോട്ടിലുകളാണ് കേട്ടോ. പ്ലാസ്റ്റിക് ഉണ്ട്, സ്റ്റീലിൻ്റെ ഉണ്ട്. നമ്മുടെ മക്കൾക്ക് എന്താണ് ആവശ്യം, അല്ലെങ്കിൽ സ്കൂളുകൾ എന്താണ് പ്രിഫർ ചെയ്യുന്നത് അതനുസരിച്ചാണല്ലോ വാങ്ങിക്കേണ്ടത്. ഇവരുടെ സ്കൂളിൽ എന്തായാലും സ്റ്റീലാണ് പറ്റുന്നത്. പിന്നെ കഴിഞ്ഞ കൊല്ലം ലാസ്റ്റ് ആയപ്പോഴേക്കും മോൻ അവൻ്റെ കുപ്പി സ്കൂളിൽ മറന്നിട്ടാണ് കേട്ടോ വന്നത്, ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട്. അപ്പോൾ കുപ്പി എന്തായാലും വേണം. പിന്നെ മോളുടെ ഉള്ളതാണെങ്കിലും അതിൻ്റെ ട്യൂബൊക്കെ പോയി. അപ്പോൾ സാധാരണ പോലെ ഓപ്പൺ ചെയ്യുന്ന അടപ്പുള്ള കുപ്പികളായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അതൊക്കെ ലൂസായി പോയിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാങ്ങേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഷോപ്പിങ്ങിന്, സ്കൂൾ ഷോപ്പിംഗ്, ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ എന്തൊക്കെയാണ് മക്കൾക്ക് വേണ്ടതെന്നുള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് പോയാൽ നല്ലതായിരിക്കും. നമുക്ക് എന്തായാലും അറിയാമല്ലോ, ഇവർക്ക് ഷൂ വേണം, പിന്നെ ബോക്സ് വേണം, ബാഗ് വേണം, ലഞ്ച് ബാഗ് വേണം. എന്തൊക്കെയാണോ അവർക്ക് ആവശ്യം എന്ന് വെച്ചാൽ അതെല്ലാം പുതുതായിട്ട് വാങ്ങാം. പഴയതുണ്ടെങ്കിൽ അതൊക്കെ കഴുകിയെടുക്കാം. ഇനി അടുത്തത് ലഞ്ച് ബോക്സ് ആണ് കേട്ടോ. ഇതിപ്പോൾ ലഞ്ച് ബോക്സ് ഇവർക്ക് വാങ്ങുന്നില്ല, എങ്കിലും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് മോഡലുകൾ വന്നിട്ടുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ പോയി കാണുമ്പോഴാണ് നമുക്കും ഒരു സ്കൂൾ തുറക്കാറായി എന്നൊക്കെ ഒരു ഫീല് കിട്ടുന്നത്. പിന്നെ അവർക്കും ഒരു രസം. അവരിത് വേണം അത് വേണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാനത് വാങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് അവിടെ വെക്കുകയായിരുന്നു ചെയ്തത്. ഇതെല്ലാം നമ്മൾ ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ടിൽ എപ്പോഴും കാണുന്ന സാധനങ്ങളാണ്. ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യുന്നതും കാണുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും സ്റ്റീൽ പാത്രം തന്നെയാണ് എടുക്കുന്നത്. ഓൾറെഡി അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അമ്മ വീട്ടിൽ പോയപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ്. അതുകൊണ്ട് ഇത് എടുക്കുന്നില്ല കേട്ടോ. ഷോക്സ് എടുക്കാൻ പോയി. ഞങ്ങൾ നേരെ
മക്കളെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങാൻ പോവായിരുന്നു. അവരെ കൂടെ കൂട്ടിയില്ല. കാരണം അറിയാമല്ലോ അവരിങ്ങനെ ഓടി നടക്കും. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ബാക്കി സാധനങ്ങൾ നമ്മൾ ലിസ്റ്റ് അനുസരിച്ച് വാങ്ങുകയാണ്. അപ്പോൾ ലഞ്ച് ബോക്സ് പൊതിയാനുള്ള ടവലാണ് വേണ്ടത്. അപ്പം നമ്മുടെ ലഞ്ച് ബോക്സിന് എത്രത്തോളം നീളവും വീതിയും ഉണ്ടോ അതിനനുസരിച്ച് വലുപ്പത്തിലുള്ള ടവൽ വേണമല്ലോ. പിന്നെ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ സ്കൂളുകൾ എങ്ങനെയാണോ പറയുന്നത് അതും കൂടെ ഉണ്ട് കേട്ടോ. ഇവരുടെ സ്കൂളിൽ ഒരുപാട് ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊന്നും കൊണ്ടു ചെല്ലാൻ പറ്റില്ല. ഈ റബ്ബർ, കട്ടർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് മോഡലുകളിൽ ഇറങ്ങുമല്ലോ. അപ്പോൾ ഇവർ അതും കൊണ്ട് പോയിട്ട് ക്ലാസ്സിലിരുന്ന് കളിക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തെറിയുകയും അങ്ങനെ നാശമാക്കിക്കൊണ്ടൊക്കെ ചെല്ലുമ്പോൾ പേരൻസ് ചിലപ്പം പരാതിയൊക്കെ പറയും. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും പ്രിഫർ ചെയ്തിരുന്നില്ല കഴിഞ്ഞ കൊല്ലം. അതുകൊണ്ട് ഇത്തവണ ഞാനത് എടുത്തില്ല കേട്ടോ. പിന്നെ മോക്ക് വേണ്ടിയിട്ട് ആ തലയിലിടാൻ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കുന്നുണ്ട്. അതും ബ്ലാക്ക് ആണ് ഇവരെ കൂടുതലും സ്കൂളിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ 2 സൈഡിലും കെട്ടാൻ വേണ്ടി ബ്ലാക്ക് ആയിട്ടുള്ള റബ്ബറുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് വള മാലയൊക്കെ എടുക്കുന്നുണ്ട്. അത് സ്കൂളിൻ്റെ ആവശ്യത്തിലേക്കല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചതെന്ന് അടുത്ത വീഡിയോയിൽ പറയാവേ.